വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചന്ദ്രദശ. ഒരു വ്യക്തി ചന്ദ്രദശയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ചന്ദ്രദശയിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ട ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് പറയുന്നത് ചന്ദ്രൻ മനകാരകനാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ഒരു ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടാണ് അയാളുടെ മനസ്ഥിതി, മനസ്സിന്റെ സ്വസ്ഥതയും അസ്വസ്ഥതയും ഒക്കെ പറയേണ്ടതെന്ന് അർത്ഥം. അതിനാണ് മനകാരകത്വം എന്ന് പറയുന്നത്. അതേപോലെ ഈ ചന്ദ്രനെ കൊണ്ടാണ് മാതാവിനെ കുറിച്ച് പറയേണ്ടത്. മാതൃകാരകനാണ്. മാതാവിന്റെ ഗുണം, മാതാവിൽ നിന്ന് ജാതകന് കിട്ടേണ്ട ഗുണങ്ങൾ, മാതാവിൽ നിന്ന് ജാതകന് കിട്ടേണ്ട ധനഭാഗ്യാദികൾ, മാതാവിൽ നിന്ന് ജാതകന് കിട്ടേണ്ട സ്നേഹാദരങ്ങൾ, ഇതൊക്കെ പറയുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. അതുപോലെ ഈ ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടാണ് അയാളുടെ ഹൃദയത്തിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയേണ്ടത്, രോഗാവസ്ഥയെക്കുറിച്ച് പറയേണ്ടത്. ഈ പറഞ്ഞ ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടാണ്, ഒരു ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട ആഡംബരാദി കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടത്, മനസ്സിന്റെ സ്വസ്ഥതയെക്കുറിച്ച് പറയേണ്ടത്. ഇതൊക്കെ പറയേണ്ടത് ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ വരുമ്പോൾ ജാതകത്തിൽ ചന്ദ്രൻ നല്ല രാശിയിലാണ് നിൽക്കുന്നത്. ലഗ്നത്തിൽ നിന്ന് 6, 8, 12 അല്ലാതെ സ്വസ്ഥമായൊരു രാശിയിൽ പക്ഷബലത്തോടു കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് അമ്മയിൽ നിന്നുള്ള ഗുണം ലഭിച്ചിരിക്കും, മാതാവിന്റെ ഗുണങ്ങൾ ലഭിച്ചിരിക്കും. മാതാവിൽ നിന്ന് കിട്ടേണ്ട ധനമാണെങ്കിലും കെയർ ആണെങ്കിലും സുരക്ഷിതത്വമാണെങ്കിലും ഒക്കെ തന്നെ കിട്ടിയിരിക്കുമെന്നർത്ഥം. അതുപോലെ മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ ആ ചന്ദ്രനെ കൊണ്ട് മനസ്സന്തോഷവും ലഭിച്ചിരിക്കും. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കാര്യമായി തന്നെ വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിച്ച് ഏത് വിഷയത്തിലും ഇടപെട്ട് അതിനൊക്കെ ഗുണകരമായ ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു മനോനില ഉള്ള വ്യക്തിയായിരിക്കും അയാൾ. അതുപോലെ തന്നെ അനുഭവത്തിലുള്ള വ്യക്തിയായിരിക്കും ജാതകത്തിൽ ചന്ദ്രൻ ശുഭമായ രാശിയിൽ നിന്നാൽ. എന്നാൽ ജാതകത്തിൽ ചന്ദ്രന് അനിഷ്ട രാശിസ്ഥിതി വന്നു, പക്ഷബലമില്ലാതെ വന്നു എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരിക്കലും മനസ്സമാധാനം എന്നുള്ളത് പൂർണ്ണമായിട്ട് ലഭിക്കത്തില്ല. എല്ലായ്പ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടോ അല്ലെങ്കിൽ താൻ പോലും അറിയാത്ത കാര്യത്തെക്കുറിച്ച് തനിക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയോ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് സ്വയം തൻ്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന ഒരു ചിന്ത ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അമ്മയിൽ നിന്ന് മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒക്കെ ഉള്ള ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും. ആ ഭാഗത്ത് നിന്ന് ശത്രുതാഭാവത്തിലുള്ള ക്ലേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അദ്ദേഹം അനുഭവിക്കാനും യോഗ്യതയുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രദശ അനുകൂലമായി തീരണമെന്നുണ്ടെങ്കിൽ, ജാതകത്തിൽ ചന്ദ്രദശ നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരമായിട്ട് ദുർഗാ ഭഗവതിയെ ഭജിക്കുക, ദുർഗാപ്രീതി വരുത്തുക. നിങ്ങളുടെ വീടിനടുത്ത് ദുർഗാക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ, പൗർണമി ദിവസങ്ങളിൽ ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ പോവുക. ലളിതാ സഹസ്രനാമം അവിടെ ഇരുന്ന് സ്ഥിരമായിട്ട് വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അർച്ചനയായിട്ട് ലളിതാ സഹസ്രനാമമോ ദുർഗയുടെ അഷ്ടോത്തരാർച്ചനയോ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചയും പൗർണമി ദിവസങ്ങളിലും ചെയ്യുന്നത് ജാതകത്തിൽ ചന്ദ്രഗ്രഹം അനിഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാതിരിക്കേണ്ട പ്രധാന പരിഹാരങ്ങളിൽ ഒന്നാണ്. ഇനി തീർച്ചയായിട്ടും ചന്ദ്രദശ അനുഭവിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ സ്ഥിരമായിട്ട് തൊഴേണ്ട, ചെന്ന് ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രം, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള ലോഹനാർക്കാവ്, അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഈ പറഞ്ഞിരിക്കുന്ന 3 ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒരിക്കലെങ്കിൽ പോയി ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ചന്ദ്രദശയാണെന്നുണ്ടെങ്കിൽ ആ ദശ കൊണ്ടുള്ള ദോഷങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് മാറിക്കിട്ടും. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയുണ്ടാകും. മാതാവിൽ നിന്നുള്ള ക്ലേശങ്ങൾക്ക്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നുള്ള പോരായ്മകൾക്ക് ഒക്കെ തന്നെ പരിഹാരമായിരിക്കും. അതുപോലെ ചന്ദ്രദശാകാലത്ത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചന്ദ്രഗ്രഹത്തിന് വിശേഷമായ വഴിപാടുകൾ ചെയ്യുന്നതും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ പരിഹാരങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.